പോരുത്. കുഞ്ഞേച്ചി, വാ ഇങ്ങോട്ട് വാ. എന്റെ വീട് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ വീടും പറമ്പും നിങ്ങളുടെ പേരിൽ എഴുതി കിട്ടിയാ പോരെ? അതിനുവേണ്ടിയാണല്ലോ നിങ്ങൾ ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കുന്നത്. അതിനുള്ള ഏർപ്പാട് ഞാൻ ഉണ്ടാക്കാം. പക്ഷേ ഇവരെ രണ്ടുപേരെയും വെറുതെ വിടണം. അപ്പോ ഒടുവിൽ നിനക്ക് ബോധോദയം ഉണ്ടായല്ലേ? ഇനിയും ഇവരെ ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാ ഞാൻ ചെയ്തു തരാം. നമുക്ക് ഇത് വിധിച്ചിട്ടില്ലെന്ന് വിചാരിച്ചാൽ മതി. എഴുതി കൊടുത്തേക്ക്. നഷ്ടപ്പെട്ടത് വലിയൊരു നഷ്ടമായി തന്നെ ഇരിക്കട്ടെ. കുഞ്ഞേച്ചി, നമ്മുടെ ഈ വീട് നമ്മളായിട്ട് എന്നെ കളയണമെന്നാണോ പറയുന്നത്? വിധിയുള്ളതേ നമുക്ക് ഉതകും മോളെ. ഈ വീടും പറമ്പും നമ്മളുമായിട്ട് ചേരുന്നില്ല. നമ്മളുമായിട്ട് ചേരാത്ത വീടിനെ നമുക്കെന്തിനാ? സത്യാമ്മയും അച്ഛനും ഇതെന്തായാലും ഉപേക്ഷിച്ചു. ഇനി ഇത് വെറുതെ കൊടുത്താലും വേണ്ടെന്ന് അവര് പറയുകയും ചെയ്തു. ഇതിന്റെ ഒടയക്കാരായ അവർക്ക് വേണ്ടാത്ത മുതല് പിന്നെ നമുക്കെന്തിനാ? പിന്നെ ഇത് നമ്മൾ കൊടുക്കുന്നത് വേറെ ആർക്കും അല്ലല്ലോ, അച്ഛന്റെ അനിയന് തന്നെയല്ലേ. അത് അങ്ങനെ തന്നെ നടക്കട്ടെ. കുഞ്ഞേച്ചി, ഇത് ഞാൻ ഒരുപാട് ആലോചിച്ചെടുത്ത തീരുമാനമാണ്. പക്ഷേ ഇത് നിങ്ങളുടെ പേരിലേക്ക് എഴുതി വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നത്തിനും വന്നേക്കരുത്. എന്നെയും എന്റെ കുടുംബക്കാരെയും ഒരു തരത്തിലും ദ്രോഹിക്കാനും പാടില്ല. അയ്യോ, അത് പിന്നെ പറയാനുണ്ടോ? രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ പിന്നെ പ്രശ്നം തീർന്നു. രാമേട്ടാ, അദ്ദേഹത്തെ ഇങ്ങ് വിളിക്കൂ. ശരി മോളെ. വരണം വരണം, ഇരിക്കണം സർ, ഇരിക്കണം, ഇരിക്കും സർ. സംശയങ്ങളൊന്നുമില്ലല്ലോ? ഇനി എന്ത് സംശയം? ജില്ലാ കളക്ടർ സാക്ഷിയായിട്ടല്ലേ ആധാരത്തിന്റെ ചടങ്ങ് നടത്തുന്നത്? ഇതിനേക്കാൾ വലിയ തെളിവ് വേറെന്തിനാ? ചടങ്ങ് നടക്കട്ടെ. അപ്പോ കളക്ടറെയും നമ്മൾ വരച്ച വരയിലാക്കിയല്ലേ? പിന്നെ ആക്കാതെ ഒരു നിവൃത്തിയില്ലെന്ന് കണ്ടിട്ടാ ഇപ്പൊ ഇത് എഴുതി തരാൻ വന്നിരിക്കുന്നത്. എന്തായാലും രജിസ്ട്രേഷൻ നടക്കട്ടെ. അതിനുശേഷം ഇവനിട്ട് ഈ രോഹിത്തിനിട്ടൊരു പണി നമുക്ക് വെക്കണം. അവനിട്ട് മാത്രമാക്കുന്നതിനാ കൂട്ടത്തോടെ ഒരു പണി നമുക്കങ്ങ് കൊടുക്കാം.
അതിനുള്ള കാശ് ഞാൻ ഫ്രീ ആയിട്ട് ഇറക്കും. രോഹിത് ഇങ്ങോട്ടിരുന്ന് ഒപ്പിട്ട് കൊടുക്കടാ. ആ, ആ, ആ ഒപ്പിട്. ഒപ്പിടടാ. ആ ഇട്.